നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഡ്രീം ഫിക്ചറാണ് യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ. ജർമ്മനിയുടെ എതിരാളികൾ പോർച്ചുഗലാണ്. ഫ്രാൻസും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. കളികൾ ജർമ്മനിയിൽ വെച്ചിട്ട് നടക്കും. സെമിയും ഫൈനലും ജർമ്മനിയിലാണ് നടക്കുന്നത്. നോക്കുക, സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരം യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ 2024 യൂറോയുടെ സെമി ഫൈനൽ ഒരു റീമാച്ച്. ഫ്രാൻസിന് പകരം വീട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കിടിലൻ പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നു. ലാമിൻ യമാൽ വേഴ്സസ് കിലിയൻ എംബാപ്പെ, അത് ലലീഗയിൽ നമ്മൾ കാണുന്നു. ഇതാ യുവേഫ നേഷൻസ് ലീഗിൽ ഒരിക്കൽ കൂടി നമ്മൾ കാണാൻ പോകുന്നു. അതുപോലെ ജർമ്മനിയുടെ എതിരാളികളായിട്ട് പോർച്ചുഗലാണ് വരുന്നത്. അവിടെയും നമ്മളൊരു സൂപ്പർ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ജർമ്മനിയിൽ വെച്ചാണ് കളി എന്നുള്ളത് തീർച്ചയായിട്ടും ജർമ്മനിക്ക് അഡ്വാൻറ്റേജ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി എന്നാണ് ഈ കളികൾ? ജൂൺ മാസത്തിലാണ് ഈ കളികൾ. ജൂൺ മാസത്തിൽ നമ്മളെ കാത്ത് ക്ലബ്ബ് വേൾഡ് കപ്പ് ഇരിപ്പുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു മത്സരങ്ങൾ വരുന്നത്. ജൂൺ 5 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 അലിയൻസ് അരീനയിലാണ് ജർമ്മനി വേഴ്സസ് പോർച്ചുഗൽ മത്സരമുള്ളത്. അതേസമയം ജൂൺ 6 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരമുള്ളത്. സ്റ്റുട്ട്ഗർട്ടിലാണ് ആ പോരാട്ടം. ഏകപാദ മത്സരങ്ങളാണ് സെമി ഫൈനലിൽ എന്ന കാര്യം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ജൂൺ 8 തേർഡ് പ്ലേസിനുള്ള മത്സരം നടക്കുക. ജൂൺ 8 വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. അന്ന് രാത്രി 12:15 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ജൂൺ 9 പുലർച്ചെ 12:15 ഫൈനൽ മത്സരം നടക്കുക. ചുരുക്കത്തിൽ ജൂൺ മാസത്തിൻ്റെ ആദ്യ വാരം നമ്മളെ കാത്തിരിക്കുന്നത് ഫുട്ബോളിലെ തീ പറക്കുന്ന പോരാട്ടങ്ങളാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.